ഹായ്, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ കളർ ചെയ്യുന്നതിൻ്റെ. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ ആഫ്റ്റർ കെയറിൻ്റെ കാര്യം കൂടെ ഒന്ന് പറയണമെന്ന്. ഇപ്പം ഭയങ്കര കോമൺ ആണ് ഹെയർ കളർ ചെയ്യുന്നത്. ചില ആൾക്കാർ ഹെയർ കളർ ചെയ്തിട്ട് അതിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും, ആഫ്റ്റർ കെയർ ഒക്കെ കൊടുത്ത് അവരുടെ മുടിക്ക് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാകത്തില്ല. എന്നാൽ കുറേ ആൾക്കാർ ആഫ്റ്റർ കെയർ കൊടുക്കാറില്ല. അവരുടെ മുടിയാണ് ഭയങ്കര ഡ്രൈ ഫ്രിസി ആയിട്ട് ഭയങ്കര മോശമായിട്ട് കിടക്കുക. എന്നിട്ട് അവരെന്ത് പറയും, കളർ ചെയ്തിട്ട് എൻ്റെ മുടി ഡാമേജ് ആയി, എൻ്റെ മുടി അങ്ങനായി ഇങ്ങനായി എന്നൊക്കെ പറയും. അത് ശരിക്കും അതൊരു എന്താ നിങ്ങളുടെ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളൊക്കെ എല്ലാ കളറും അടിക്കുന്നതാണ്, ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മുടെ മുടിക്ക് അങ്ങനെ ഡാമേജോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മളതിന് ആഫ്റ്റർ കെയർ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഷാമ്പൂവും കണ്ടീഷണറും ഒരു മാസ്കും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടി അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. ഈ ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ മാസ്കൊക്കെ വലിയൊരു ബ്രാൻഡൊന്നും വാങ്ങണമെന്നില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ എന്നാൽ അധികം മോശമല്ലാത്തൊരു ഷാമ്പൂവും കണ്ടീഷണറും മാസ്ക് നിങ്ങൾക്ക് വീട്ടിൽ വാങ്ങിച്ചിട്ട് ഷാമ്പൂ ചെയ്ത് അതിനുശേഷം കണ്ടീഷണർ സ്കാൽപ്പ് ടച്ച് ചെയ്യാതെ നമ്മുടെ ഹെയർ മാത്രം അപ്ലൈ ചെയ്ത് 5 to 10 minutes വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അത് വാഷ് ചെയ്ത് കളയുക. അപ്പം തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവും. അപ്പം തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ഈ കണ്ടീഷണർ ഷാമ്പൂ ഇടുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പം തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവും. വീക്കിലി വൺസ് നിങ്ങൾക്ക് മാസ്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാം. പറ്റുന്ന ആൾക്കാർ മന്ത്ലി വൺസ് സലൂണിൽ പോയി സ്പാ ചെയ്യുക. സ്പായും മാസ്ക് രണ്ടാണ്. ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, രണ്ടും ഒന്നാണ്. ഒരിക്കലും അല്ല, സ്പായും മാസ്കും രണ്ടാണ്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് ഒരു കംപ്ലൈൻസും ഉണ്ടാകില്ല. നല്ല ഭംഗി തന്നെ നിങ്ങളുടെ മുടി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ചില ആൾക്കാർ ഹെയർ കളർ ചെയ്താൽ നല്ല ഭംഗിയിൽ കിടക്കുന്നത്. ചില ആൾക്കാരുടെ മുടി ഭയങ്കര മോശമായിരിക്കും. അതിപ്പം സലൂണിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർ ചെയ്ത പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നന്നായിട്ട് നല്ല ഭംഗിയിൽ കിടക്കും. പിന്നെ ഇത് കൂടാതെ കുറച്ച് ഹോം റെമഡീസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മുടിയെ ടേക്ക് കെയർ ചെയ്യാനും നമ്മുടെ എന്താ പറയുക മുടി സോഫ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള കുറേ ഉണ്ട്. ഇപ്പം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിനകത്തൊക്കെ തന്നെ അടിച്ചു നോക്കി കൊടുത്ത് തന്നെ കുറേ ഉണ്ട്. ഒരു ദിവസം ഞാനും ഒരു വീഡിയോ പറയാം. കുറേ ഒന്നുമില്ല, ഒരു 2-3 ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് പെട്ടെന്ന് കുട്ടികൾക്ക് മുതൽ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ പറയാം. പിന്നെ യൂട്യൂബിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കുറേ കാര്യങ്ങൾ ശരിയല്ല. സോ അത് നമ്മൾ ഒന്ന് തിങ്ക് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് ഞാൻ പറഞ്ഞതായി ഇത്രയും